ഇതൊരൊറ്റ കയ്യിൽ കൊണ്ട് എത്തിച്ചു, മറ്റൊരു വഴിയില്ല, അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അല്ലേ? അതെ 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 അതെ. അത് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ സൈബർ ഇടങ്ങളിലുള്ള ക്രൈം അതിന് എന്താണ് ആ ഒരു ക്രൈമിന്റെ ഒരു സീരിയസ്നെസ് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല. നമുക്ക് നമ്മുടെ മൂഡിനനുസരിച്ചിട്ട് ഒരു ഫോണുണ്ട് കയ്യിൽ, അപ്പം നമ്മുടെ മൂഡിനനുസരിച്ച് നമുക്ക് എന്ത് വൃത്തികേടും എഴുതി കൂട്ടാം എന്നുള്ള അതിലാരും ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ഫേക്ക് ഐഡികളിൽ വന്നിട്ട് ചെയ്താൽ ആരും ഒന്നും അറിയില്ല, ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ക്രൈമാണെന്നും അതിന് ശിക്ഷ ലഭിക്കും എന്നുള്ളതും ഒരു എന്താ പറയുക, ഒരു മെസ്സേജ് പോലെ ആളുകളിലേക്ക് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഇത് എൻ്റെ മാത്രം വിഷയമല്ല, ഇത് എത്രയോ ആളുകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ, LGBT കമ്മ്യൂണിറ്റി, അങ്ങനെ എത്രയോ ആളുകൾ ഇതിൻ്റെ വിക്ടിംസായി മാറുന്നുണ്ടെന്നറിയാമോ. അതൊരു ചെറിയ കാര്യമല്ല. ഇവരൊരു കമൻ്റ് ഇടുന്നു എന്ന് പറയുന്നത് ഇത് ആളുകൾ എടുത്ത് ആഘോഷമാക്കുകയും പല പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യുമ്പം ഒരു വലിയ ആൾക്കൂട്ടത്തിലേക്കാണ്, ഒരു വലിയ സമൂഹത്തിന് മുമ്പിലേക്കാണ് നമ്മളെ മോശക്കാരി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോയി തള്ളിയിടുന്നത്. അതൊരു സീരിയസ് ഒഫൻസും ക്രൈമും തന്നെയാണ്. അതിനെ ആ രീതിയിൽ തന്നെ എടുക്കണം.